ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ തലയ്ക്കുള്ളിലെ ചിന്തകൾക്ക് പ്രകാശത്തേക്കാൾ വേഗതയുണ്ടെന്നോ, പോരാത്തതിന് അതിന് ഭാരവും നിറവുമൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കുമല്ലേ. പക്ഷേ സ്വാമി ശിവാനന്ദയുടെ ചിന്താശക്തി എന്ന പുസ്തകത്തിലെ വളരെ കൗതുകകരമായ വിപ്ലവകരമായ ചില ആശയങ്ങളിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ നമ്മൾ ശരിക്കുമൊന്ന് ഞെട്ടിച്ചുകൊണ്ടാണ്. അതായത്, ചിന്ത എന്നത് വെറുമൊരു മാനസിക പ്രവൃത്തി മാത്രമല്ല, അതൊരു ഊർജ്ജമാണ്, ഒരു ശക്തിയാണ്. അതും പ്രപഞ്ചത്തിലെ മറ്റെന്തിനേക്കാളും വേഗതയുള്ള അതിസൂക്ഷ്മമായ ഒരു ശക്തി. ഇങ്ങനെയൊരു ആശയം മുന്നോട്ടുവെച്ചത് സ്വാമി ശിവാനന്ദയാണ്. അദ്ദേഹം ഒരു യോഗിയായിരുന്നതുകൊണ്ട് തന്നെ ചിന്തയെ കണ്ടത് വെറുമൊരു തിയറിയായിട്ടല്ല, മറിച്ച് നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റുന്ന, ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ശരിക്കും ഒരു പ്രായോഗിക ശക്തിയായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചിന്തയുടെ ആ മറഞ്ഞിരിക്കുന്ന ശക്തി എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ഈ ചിന്തകൾ എങ്ങനെ ജീവനുള്ള ഒന്നായി മാറുന്നുവെന്ന് നോക്കും. അതുകഴിഞ്ഞ് നമ്മളെ തന്നെയാണ് നമ്മുടെ ചിന്തകൾ എന്ന് തിരിച്ചറിയും. പിന്നീട് ഈ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ള ചില വഴികൾ നമ്മൾ പരിചയപ്പെടാം. അവസാനം ഈ ചിന്തകൾക്കപ്പുറമുള്ള ആത്യന്തികമായ ലക്ഷ്യമെന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ചിന്തയുടെ ആ മറഞ്ഞിരിക്കുന്ന ശക്തി. നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നതെന്താ? ചിന്തകൾ നമ്മുടെ തലയ്ക്കുള്ളിൽ നടക്കുന്ന എന്തോ ഒന്നാണെന്ന്, അല്ലേ? എന്നാൽ സംഗതി അതല്ല. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ലോകം തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ഭയങ്കരമായ ശക്തിയുണ്ട്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വാമി ശിവാനന്ദ പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉണ്ടായത് പ്രപഞ്ച മനസ്സിലെ ഒരൊറ്റ ചിന്തയിൽ നിന്നാണെന്നാണ്. അതിന്റെ അർത്ഥമെന്താ? അതിന്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, ഈ യാഥാർത്ഥ്യം, ഇതെല്ലാം ചിന്തയുടെ ഒരു വലിയ പ്രൊജക്ഷൻ മാത്രമാണെന്നാണ്. ശരി, ഇനി നമ്മൾ കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു ആശയത്തിലേക്കാണ് പോകുന്നത്. കാരണം ഈ പുസ്തകം പറയുന്നത് ചിന്തകൾ വെറും അദൃശ്യമായ ഒന്നല്ല, അവയ്ക്ക് കൃത്യമായ ഭൗതിക ഗുണങ്ങളുണ്ട് എന്നാണ്. രൂപവും ഭാവവുമൊക്കെയുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, അത് ചെറുതായാലും വലുതായാലും, ഒരു ജീവനുള്ള ഒന്നാണ്. ഒരു റേഡിയോ തരംഗം പോലെ അത് ഈ പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് മറ്റുള്ളവരെ സ്വാധീനിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും നശിക്കില്ല, എപ്പോഴും നിലനിൽക്കും. ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾ ശരിക്കും കൗതുകം നിറഞ്ഞതാണ്, അല്ലേ? ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഒരു പ്രത്യേക നിറമുണ്ട്. നല്ല ആത്മീയമായ ചിന്തകൾക്ക് മഞ്ഞ നിറം, അതേസമയം ദേഷ്യത്തിന്റെ ചിന്തകൾക്കോ കടും ചുവപ്പ്. അതുമാത്രമല്ല, ഓരോ ചിന്തയ്ക്കും ഭാരവും ആകൃതിയും വലുപ്പവുമൊക്കെ ഉണ്ടത്രേ. ഇതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ ഒരു യോഗിക്ക് നമ്മുടെ ഉള്ളിലിരിപ്പ്, അതായത് നമ്മുടെ ചിന്തകളെ അതിന്റെ നിറം നോക്കി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ചിന്തകൾക്ക് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ, അത് ജീവനുള്ള ഒന്നാണെങ്കിൽ, സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, അല്ലേ? ഇതിൻ്റെയൊക്കെ അർത്ഥമെന്താണ്? വളരെ ലളിതമാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഭാവി, ഇതെല്ലാം തീരുമാനിക്കുന്നതും രൂപപ്പെടുത്തുന്നതും മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഓരോ ചിന്തകളിലൂടെ. നോക്കൂ, ഇവിടെ തിരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ്. ഒരു വശത്ത് ഉത്കണ്ഠ, ഭയം, ദേഷ്യം തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ. അവ നമ്മുടെ ജീവിതത്തെ വിഷം പോലെയാക്കും, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. മറുവശത്തോ ക്രിയാത്മകമായ ചിന്തകൾ. അവ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും, നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തും, നമ്മുടെ മുഖത്തിന് ഒരു പ്രകാശം തരും. ചുരുക്കത്തിൽ, ഒന്ന് പരാജയത്തിലേക്കും ദുരിതത്തിലേക്കും നയിക്കുമ്പോൾ മറ്റേത് വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നു. ഇതാണ് ഇതിൻ്റെ എല്ലാം ആകത്തുക. ആ പഴയ ചൊല്ലുപോലെ തന്നെ, ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അവൻ അതായിത്തീരുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ തലയ്ക്കുള്ളിൽ നിങ്ങൾ ഏത് ലോകമാണോ പണിയുന്നത്, ആ ലോകത്തായിരിക്കും നിങ്ങൾ പുറത്തും ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വിധി എന്ന് പറയുന്നത് ഇവിടെ നിന്നോ വന്ന് തലയിൽ വീഴുന്ന ഒന്നല്ല, അതൊരു ചങ്ങല പോലെയാണ്. നോക്കൂ, ആദ്യം നമ്മളൊരു ചിന്ത വിധിക്കുന്നു. ആ ചിന്ത നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ആ പ്രവൃത്തികൾ ആവർത്തിക്കുമ്പോൾ അതൊരു ശീലമായി മാറുന്നു. ആ ശീലങ്ങൾ ചേർന്ന് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നു. അവസാനം നമ്മുടെ സ്വഭാവം തന്നെയാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ആ വലിയ വിധിയുടെ തുടക്കം എവിടെയാണെന്ന്? ഒരൊറ്റ ചെറിയ ചിന്തയിൽ. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും. ശരി, ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഈ അടങ്ങാത്ത മനസ്സിനെയും ചിന്തകളെയും ഞാൻ എങ്ങനെയൊന്ന് നിയന്ത്രിക്കും, അല്ലേ? പേടിക്കണ്ട, അതിനുള്ള ചില പ്രായോഗിക വഴികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ് പകരമാക്കൽ രീതി, അല്ലെങ്കിൽ പ്രതിപക്ഷ ഭാവന. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനോട് പോയി വഴക്കിടേണ്ട ആവശ്യമില്ല. പകരം അതിൻ്റെ നേരെ വിപരീതമായ ഒരു പോസിറ്റീവ് ചിന്തയെ അങ്ങോട്ട് കൊണ്ടുവരിക. ഉദാഹരണത്തിന്, ദേഷ്യം വരുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക, ഭയം തോന്നുമ്പോൾ ധൈര്യത്തെക്കുറിച്ച് ഓർക്കുക, അസൂയ വരുമ്പോൾ വിശാല മനസ്കതയെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മുറിയിലെ ഇരുട്ടിനെ മാറ്റാൻ നമ്മൾ വെളിച്ചം കൊണ്ടുവരില്ലേ?
അതുപോലെ തന്നെ. ഇനി നെപ്പോളിയന്റെ രീതി എന്നറിയപ്പെടുന്ന മറ്റൊരു ടെക്നിക് നോക്കാം. ഇത് കുറച്ചുകൂടി രസകരമാണ്. നിങ്ങളുടെ മനസ്സ് ഒരുപാട് അറകളുള്ള ഒരു അലമാരയാണെന്ന് സങ്കല്പിക്കുക. ഓരോ അറയിലും ഓരോ തരം ചിന്തകളാണ്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ അറ മാത്രം തുറക്കുക. അതേസമയം നിങ്ങളെ അലട്ടുന്ന ചിന്തകളുള്ള അറകളൊക്കെ അടച്ചുവെക്കുക. ഇനി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഈ അലമാരയിലെ എല്ലാ അറകളും അടച്ച് മനസ്സിനെ പൂർണ്ണമായി വിശ്രമിക്കാൻ അനുവദിക്കുക. ഇത് നമ്മുടെ ഫോക്കസ് നിയന്ത്രിക്കാൻ ഒരുപാട് സഹായിക്കും. അടുത്തത് നിസ്സഹകരണ രീതിയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു വാശിക്കാരനായ കുട്ടിയെപ്പോലെയാണ് കാണുന്നത്. മനസ്സ് പറയും, എനിക്കിന്ന് മധുരം കഴിക്കണം. നിങ്ങൾ പറയണം, ഇല്ല, ഞാൻ തരില്ല, ഞാൻ ബ്രെഡേ കഴിക്കൂ. മനസ്സ് പറയും, എനിക്ക് സിനിമയ്ക്ക് പോകണം. നിങ്ങൾ പറയണം, ഇല്ല, പകരം നമ്മളൊരു പുസ്തകം വായിക്കാൻ പോകുന്നു. മനസ്സിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാതെ ബോധപൂർവം ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നതിലൂടെ പതിയെ പതിയെ ആ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകും. പക്ഷെ കഥ എവിടെ തീരുന്നില്ല. ചിന്തകളെ നിയന്ത്രിക്കുന്നത് വഴി നമുക്ക് നല്ലൊരു ജീവിതമുണ്ടാക്കാം, സന്തോഷം കണ്ടെത്താം. ഇതൊക്കെ ശരിതന്നെ. പക്ഷേ അതൊരു ലക്ഷ്യമല്ല, മറിച്ച് ഒരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ്. അപ്പോൾ എന്താണ് ആ അന്തിമ ലക്ഷ്യം? ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ചിന്തകളെ നിയന്ത്രിക്കുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ചിന്തകളെ തന്നെ ഇല്ലാതാക്കുക എന്നതാണ്. ചിന്തകളും ആഗ്രഹങ്ങളും പൂർണ്ണമായി ഇല്ലാതായി മനസ്സിന്റെ എല്ലാ ചലനങ്ങളും നിലയ്ക്കുന്ന ഒരു സമ്പൂർണ്ണ നിശ്ശബ്ദതയുണ്ട്. ആ അവസ്ഥ, അതാണ് മോക്ഷം അല്ലെങ്കിൽ വിമോചനം. അപ്പോൾ ചിന്താശക്തി എന്ന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പോകുമ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകം സൃഷ്ടിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എങ്ങനെയുള്ളൊരു ലോകമാണ് നിങ്ങൾക്കായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്?